അപ്പോൾ നമ്മളെ വണ്ടിക്ക് ആദ്യം തന്നെ പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ പണിയാണ്, അത് ഓൾറെഡി സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വരുന്നത് തന്നെയാണ്. നമ്മുടെ വണ്ടിൻ്റെ ഈ എക്സ്ട്രാ ഉള്ള ബാറ്ററി ഇത് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് പുതിയത് വാങ്ങി. ഇതിന് 1000 രൂപ വന്നിട്ടോ. ഈ ബാറ്ററി കൊടുക്കുകയാണെങ്കിൽ 900 വരും. ഇത് ഇനി നമ്മൾ ആ ഷോപ്പിൽ തന്നെ കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് തൂക്കി വിറ്റാൽ തന്നെ 100 റുപ്യൻ്റെ മുകളിൽ സുഖമായിട്ട് കിട്ടും കേട്ടോ. ബാറ്ററിക്കുള്ളവർ ശ്രദ്ധിക്കുക. ബാറ്ററി നമ്മൾ ഈ പഴയ സാധനങ്ങളിലോടത്ത് കൊണ്ടുപോയി കൊടുത്താൽ നല്ല റേറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ വെറുതെ ചെറിയ പൈസക്ക് ഇവിടെ കൊടുക്കണ്ട. ഇതിൽ കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ഈ നമ്മൾ പറയാൻ പോകുന്നത് ഈ വണ്ടി കൊണ്ടല്ല, ഈ ബാറ്ററി കംപ്ലൈൻ്റ് ആയത് കാരണം എനിക്കുണ്ടായ പ്രശ്നം. വണ്ടി എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം തന്നെ ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നിരുന്നു. നമ്മുടെ ഡിജിറ്റൽ മീറ്റർ പെട്ടെന്ന് ഓഫ് ആവുക, അതുപോലെ ഞാൻ വണ്ടി നിർത്തുമ്പം ചിലപ്പം 20 ഓടിക്കാൻ കാണിക്കലുണ്ട്. പിന്നെ പിറ്റേന്ന് വന്ന് വണ്ടി എടുക്കുമ്പോൾ ചിലപ്പോൾ 5 പോകുന്നുണ്ട്. അതുപോലെ നമ്മുടെ മീറ്റർ വർക്ക് ചെയ്യാതിരിക്കുക, ഓണ് വർക്ക് ചെയ്യൂല, അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആദ്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഈ ഒരു ബാറ്ററിയും അതും പാടെ ഉള്ള ബന്ധമാണെന്ന്. അപ്പോൾ അതിന് ശേഷം നമ്മൾ സുഹൃത്ത് പറഞ്ഞു തന്നു, ശരിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ഈ ബാറ്ററി ഞാൻ ചാർജ് ചെയ്തു. പിന്നീട് വീണ്ടും ഇതേ പ്രശ്നം വന്നപ്പോൾ മനസ്സിലായി ഈ ബാറ്ററി പോയതാണ്, ബാറ്ററിക്ക് വിഷയമുണ്ടെന്ന്. അപ്പോൾ അതിന് ശേഷമാണ് ഈ ബാറ്ററി വാങ്ങിയിട്ടോ. ഇത് വേറെ എവിടെയല്ല, നമ്മളെ വണ്ടിൻ്റെ റൈറ്റ് സൈഡിൽ നേരെ ടയറിൻ്റെ അടിഭാഗത്തായിട്ടാണ് കേട്ടോ വെക്കുക, ഇവിടെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് തന്നെ ഇത് കൊടുക്കാനേ ഉള്ളൂ, ഇങ്ങനെ വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ആവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വാങ്ങിയ ബാറ്ററി എക്സൈഡിൻ്റെ ബാറ്ററി തന്നെയാണ്, ഇത് രണ്ടും എക്സൈഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ കാര്യമായിട്ട് എനിക്ക് പറയാനുണ്ടായ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ബാറ്ററിക്ക് ഞാൻ മഞ്ചേരിക്ക് ഓട്ടം പോയത് മുതൽ രാമനാട്ടുകര എത്തുന്നതിൻ്റെ ഇടയിൽ ഒരു 4-5 ബാറ്ററി പീടികയിൽ കയറിയിരുന്നു. അവിടെയൊക്കെയുള്ള വിഷയം എന്ന് പറഞ്ഞാൽ 1350 രൂപ വരെ ഇതിന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പല സ്ഥലത്തും പല റേറ്റാണ്. ഈ എല്ലാം എക്സൈഡാണ്, എല്ലാം ഒരേ ഇത് തന്നെയാണ്, പക്ഷേ വിലയിൽ ഭയങ്കര മാറ്റമുണ്ട്. അപ്പോൾ നമ്മളെ ഈ സലീം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നന്ദിരത്തിൻ്റെ ബാക്കിലുള്ള ഷോപ്പിൽ പോയാൽ 1 വർഷം വാറൻറ്റി ഉള്ള വേറെ ഏതൊരു കമ്പനി നമുക്ക് 700-800 രൂപക്കൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ പോയി വാങ്ങേണ്ടവർക്ക് അങ്ങനെ വാങ്ങാം. അല്ലാത്തവർ നമ്മൾ ബാറ്ററി വാങ്ങുമ്പോൾ എപ്പോഴും നോക്കുക, ബാറ്ററി പിടിയിൽ നമ്മൾ അറിയുന്നതും പരിചയക്കാരൊക്കെ ആയിരിക്കും, പക്ഷേ പല റേറ്റാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ നോക്കുക. ഇനി നമുക്ക് ജസ്റ്റ് ഇത് നമുക്ക് കുടുക്കി കഴിഞ്ഞ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടോ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ബാറ്ററി കുടുക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് ഇരിക്കണ ഫേസും ന്യൂട്രലൊക്കെ ആയിട്ടാണ് 2 ഭാഗത്തേക്ക് നമ്മൾ ഒരു ക്ലിപ്പാണ് വരുന്നത് കേട്ടോ. ഈ കാണുന്ന ക്ലിപ്പാണ്. ഈ ക്ലിപ്പ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ചിട്ട് നമ്മൾ കുടുക്കിയത്. നിലവിൽ ക്യാമറ പിടിക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ തന്നെ ആദ്യം ചെയ്തത്, അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് നമ്മൾ ഇതൊന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ GPS ഇതിൻ്റെ കൂടെ ഈ ബാറ്ററി ഉണ്ടെങ്കിലാണ് കേട്ടോ വർക്ക് ചെയ്യുക. GPS നേരെ ഇതിൻ്റെ അടിയിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഓണ് ഒക്കെ ഓക്കെ ആണ്. നമ്മൾ ചാവി ഒന്ന് തിരിച്ച് നോക്കാം. ഞാൻ പറഞ്ഞു 18% ഉണ്ടായിരുന്നു നിലവിൽ ബാറ്ററി. 18 കിലോമീറ്റർ ഓടാനുള്ള ബാറ്ററി ഇപ്പം കാണിക്കുന്ന 5 ഇതായിരുന്നു ഈ ഒരു പ്രശ്നം. അപ്പോൾ ഇനി നമ്മൾ ബാറ്ററി മാറ്റിയതിന് ശേഷം ആ പ്രശ്നം ഉണ്ടാവുമോ എന്ന് നമുക്ക് നോക്കാം. ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനി പുതിയ ബാറ്ററി വാങ്ങുന്നവർ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ വണ്ടിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഇനി മാറ്റാനുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. താങ്ക് യു. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കട്ടെ, നമ്മൾ പേരും കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല. പക്ഷേ നമ്മളൊരാളെ പഴയ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ അവരെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. അതുപോലെ അവരുടെ നാട്ടിൽ ഓടുന്ന സ്റ്റിക്കർ ഉണ്ടെങ്കിൽ, ഇത് കൊടുവള്ളിത്തെ വണ്ടിയായിരുന്നു, അപ്പോൾ അവിടുത്തെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഞാൻ പറിച്ച് കളഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് മക്കളെ പേരായതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ തന്നെ വെച്ചത് കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു.